ഒരുപാട് തരം തട്ടിപ്പുകൾ ഇപ്പോൾ ഡെയിലി നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി തട്ടിപ്പാണ്. ആദ്യം എന്താ സംഭവം നമുക്കൊന്ന് കേൾക്കാം. ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി എൻ്റെ വൈഫിന്റെ അക്കൗണ്ടിലേക്ക്, അത് ഗൂഗിൾ പേ ആയിട്ട് ലിങ്ക് ചെയ്ത അക്കൗണ്ടാണ്, ഒരു 3000 രൂപ GPay ആയിട്ട് വന്നു. അതപ്പോൾ കണ്ടില്ലായിരുന്നു. ഒരു 10 മിനിറ്റിന് ശേഷം ഒരു കോള് വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഒരു കോള്, അത് ഒരു ഹിന്ദി, ശരിക്കും നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ ഒരു ഹിന്ദിയിലെ സംസാരമായിരുന്നു ആദ്യം വന്നത്. അതുകൊണ്ട് അമ്പി എടുത്തിട്ട് കട്ട് ചെയ്തു. പിന്നെ അവർ വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഫോൺ എടുത്തു. അപ്പോൾ അവരെ പറഞ്ഞത് അവർ മിസ്റ്റേക്കൺലി നമ്മുടെ അക്കൗണ്ടിലോട്ടൊരു 3000 രൂപ ഇട്ടിട്ടുണ്ട്, അത് ഉടനെ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ സ്പാമിന്റെ കാര്യമൊക്കെ കേട്ടോണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അത് ബുദ്ധിമുട്ടാണ്, അറിയാത്തവരൊക്കെ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കുറെ തവണയായപ്പോൾ ഞാൻ വീണ്ടും ഫോൺ എടുത്തപ്പോൾ ഉടനെ അയാൾ പറയുന്നത് ഹിന്ദി മാറിയിട്ട് ഇംഗ്ലീഷായി. ഞാൻ തമിഴ്നാട് സ്റ്റേറ്റിലെ ഒരു SI ആണ് സംസാരിക്കുന്നത്. അല്ല, ആദ്യം SI എന്നല്ല പറഞ്ഞത്, ഞാൻ തമിഴ്നാട് സ്റ്റേറ്റ് പോലീസിലെ ഒരാളാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇന്ന ഒരാളുടെ പേര് പറഞ്ഞിട്ട് അയാളുടെ അക്കൗണ്ടിൽ നിന്ന് 3000 രൂപ വന്നിട്ടുണ്ട്, അത് ഉടനെ തിരിച്ചു കൊടുക്കണം. അപ്പൊ ഞാനപ്പോൾ ചോദിച്ചു എന്താണ് നിങ്ങളുടെ റാങ്ക്, എന്താണ് നിങ്ങളുടെ ID ചോദിച്ചു. അപ്പൊ ഞാൻ SI ആണ്, തമിഴ്നാട് പോലീസിലെ SI ആണ്. ഞാൻ പറഞ്ഞു സാർ അങ്ങനെ തിരിച്ചയക്കാൻ പറ്റില്ല, നമുക്കറിയാത്തൊരു അക്കൗണ്ടിലേക്ക് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ഫോൺ കട്ട് ചെയ്തു. അതിങ്ങനെ വിളി വന്നുകൊണ്ടേയിരിക്കുക, ശല്യം പോലെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇപ്പൊ നമ്മുടെ സൈബർ നമ്പർ ഉണ്ടല്ലോ 1930, അതിലേക്ക് വിളിച്ചിട്ട് അവരോട് ഈ വിവരം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു കാരണവശാലും ആ ഫോൺ അറ്റൻഡ് ചെയ്യുകയും ചെയ്യേണ്ട, പൈസ തിരിച്ചിടുകയും ചെയ്യരുത്, ഇത് ഫിഷിംഗ് ആണ്, നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ മുഴുവൻ അവന്മാർ പൊക്കിക്കൊണ്ടുപോകും. അപ്പൊ അതോടെ കേട്ടോടുകൂടി പിന്നെ നമ്മൾ ആ ഫോൺ അങ്ങ് ബ്ലോക്ക് ചെയ്തു. ഉടനെ വാട്സപ്പിലേക്ക് വന്നിരിക്കുന്നു ഒരു ഫോട്ടോ, ഒരു പോലീസുകാരനെ ജീപ്പിൽ ചാരി നിൽക്കുന്ന ഒരു ഫോട്ടോ. ഞാനാണ് ഇപ്പൊ വിളിച്ചതെന്ന് പറഞ്ഞിട്ട്. ജീപ്പിന്റെ നമ്പരോ അയാളുടെ പേരോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു പോലീസുകാരൻ ജീപ്പിൽ ചാരി നിൽക്കുന്ന ഒരു ഫോട്ടോ. ഓക്കെ, അത് നമ്പരും ഇപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്തു. പക്ഷെ ഇങ്ങനെ വിളി വന്നോണ്ടേയിരിക്കാം അപ്പൊ തൊട്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ ഫ്രോഡ് പരിപാടി നടക്കുന്നുണ്ടെന്ന് പറയാനായിട്ട് വിളിച്ചാ. സംഭവം എന്തായാലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇങ്ങനെയുള്ള ഫ്രോഡ് പരിപാടികൾ ഒരുപാടായിട്ട് ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു ശ്രദ്ധ എന്തായാലും വേണം. എന്തായാലും ഇദ്ദേഹത്തിന് ഇപ്പോ ഈ ഒരു ഓഡിയോ ഇട്ടത് ആരാണെന്ന് അറിയില്ല, ഇങ്ങനെ ഫോർവേഡായി വന്നതാണ് വാട്സപ്പില്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോ ഈ ഒരു ഫ്രോഡ് പരിപാടി എല്ലാവരും അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഈ ഓഡിയോ അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ, ആരാണ് ഇട്ടതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ഓഡിയോ എല്ലാവരും കേൾക്കേണ്ട കാര്യം തന്നെയാണ് വിചാരിച്ച് മറ്റൊരാൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഓഡിയോ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ചേർക്കുന്നത്. എന്തായാലും ഇതുപോലെ മറ്റുള്ളവരിൽ നിന്ന് പൈസ വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു 3000 രൂപ അദ്ദേഹത്തിന് വന്ന പോലെ പൈസ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബാങ്കിൽ അറിയിക്കുക. ആരെങ്കിലും അക്കൗണ്ടിൽ നിന്ന് വരികയാണെങ്കിൽ ഇന്ന പൈസ, ഇത്ര പൈസ വന്നു എന്ന് പറഞ്ഞ് ബാങ്കിൽ അറിയിക്കുക, നമ്മൾ അറിയിക്കുക. ഇനി ഇതിന്റെ പേരിൽ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അത് എന്തായാലും ഫ്രോഡ് പരിപാടി. കാരണം നമ്മുടെ ഫോൺ നമ്പറും കാര്യങ്ങളും ഒന്നും ഒരിക്കലും ഇപ്പൊ മാറി വന്ന ഒരു രീതിയിലും അയാൾക്ക് ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല. അഥവാ അയാൾക്ക് അങ്ങനെ തെറ്റി അയച്ചതാണെങ്കിൽ ബാങ്കിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ തിരിച്ചെടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഇപ്പോൾ ഉണ്ട്. അതായത് തെറ്റി ഇപ്പോൾ UPI വഴി നമ്മൾ വേറെ മറ്റാർക്കെങ്കിലും പൈസ അയക്കുകയാണെങ്കിൽ അത് തിരിച്ച് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ബാങ്കുമായി ബന്ധപ്പെട്ടാൽ തന്നെ ലഭിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കോള് ഫ്രോഡാണെന്ന് ഉറപ്പിക്കണം. മാത്രമല്ല ഈ ഫ്രോഡ് ചെയ്ത ആള് ഒരിക്കലും ഒരു ബുദ്ധിയുള്ള ആളായിട്ട് തോന്നില്ല. കാരണം ആദ്യം ഹിന്ദിയിൽ സംസാരിച്ചിട്ട് പിന്നെ ഇംഗ്ലീഷിൽ, തമിഴ്നാട്ടിലെ ഒരു SI എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഈ ഹിന്ദിക്കാരനും തമിഴും അത് തന്നെ ഒരു മാച്ചില്ലായ്മയാണ്. അപ്പോഴാണ് എനിക്കൊരു ചിരി വന്നത്, എന്ത് ബുദ്ധിയില്ലാത്തവനാണ് ഈ ഒരു ഫ്രോഡ് ചെയ്തതെന്നോ. അവന്റെ 3000 എന്തായാലും പോയ പോലെ എന്തായാലും. ഇനി അവനത് റിക്കവർ ചെയ്യണമെങ്കിൽ അവൻ ബാങ്കിൽ പോയിട്ട് ഈ പറഞ്ഞ പോലെ എന്റെ പൈസ തെറ്റി അയച്ചതാണ് എന്ന് പറഞ്ഞ് എടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഇത് ഇങ്ങനെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ UPI ID അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡീറ്റെയിൽസ് അവർക്ക് പറഞ്ഞു കൊടുക്കരുത്. അത് മാത്രമല്ല ഒരു രീതിയിലും അവരായിട്ട് പൈസ അയച്ചു കൊടുക്കാനോ അങ്ങനെയുള്ള ഒരു പരിപാടിക്കും നിൽക്കരുത്. ഫോൺ കട്ട് ചെയ്യുക, എത്രയും വേഗം തന്നെ ഈ പറഞ്ഞ നമ്പറിലേക്ക് വിളിക്കുക. അതായത് നമ്മുടെ സൈബർ സെല്ലിന്റെ 1930 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് വിളിച്ച് കാര്യം പറയുക, കാര്യം പറഞ്ഞ് സംസാരിക്കുക. അപ്പൊ അവര് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. ഇനിയും ഒരുപാട് പേര് പെടുന്നുണ്ട്, പല രീതിയിലുള്ള തട്ടിപ്പുകളിലും പെടുന്നുണ്ട്. ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരുപാട് പരസ്യങ്ങൾ വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് കോടീശ്വരനാവാം, ട്രേഡിങ്ങിൽ വലിയ ഒരു തുക ലഭിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഫ്രോഡ് കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IPO, ഇന്നൊരു അംബാനിയുടെ IPO വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ആവശ്യമില്ലാത്ത രീതിയിലുള്ള പരസ്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളെ ഒരുപാട് ഫ്രോഡ് പരിപാടികളൊക്കെ മുമ്പ് കണ്ടതാണ്. അപ്പൊ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്.
അതുകൊണ്ട് അത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, ഇതുപോലെ ഫോം വിളിച്ചിട്ട് അതുപോലെ ഒരുപാട് ലിങ്കുകൾ ഫോണിലേക്ക് വരുന്നുണ്ട്. ലോണിന്റെ ലിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പല ബാങ്കുകളുടെയും പേരിൽ ഇങ്ങനത്തെ ലിങ്കുകൾ വരും. ആ ലിങ്കൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ തന്നെ ഒരു പക്ഷെ നമ്മുടെ ഫോണൊക്കെ അവർക്ക് ആക്സസ് ചെയ്യാനുള്ള ഫുള്ള് പരിപാടി നമ്മൾ അവർക്ക് കൊടുക്കുകയായിരിക്കും. അപ്പോൾ പരമാവധി ഇങ്ങനെ നമുക്ക് അറിയാത്ത സൈറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്നൊക്കെ വരുന്ന ലിങ്കുകൾ പരമാവധി ക്ലിക്ക് ചെയ്യാതിരിക്കുക. മാക്സിമം അത് ഒഴിവാക്കി വിടുക. അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു കൊണ്ടുപോകുക. അതുപോലെ തന്നെ കുറെ ഇപ്പൊ കമ്മീഷണറാന്ന് പറഞ്ഞ് വിളിക്കുന്നു, നിങ്ങളുടെ ഒരു പാഴ്സല് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ആ പാഴ്സലില് മയക്കുമരുന്നാണ് എന്നൊക്കെ പറഞ്ഞ് കമ്മീഷണറാണെന്ന് പറഞ്ഞ്, ബോംബെയിലത്തെ കമ്മീഷണറാണ് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ തന്നെ ഈ ചേട്ടനുണ്ടായ പോലെ തന്നെ വാട്സപ്പിൽ ഒരു പോലീസുകാരന്റെ ഫോട്ടോയും ഇട്ട് ഇതുപോലെ പറ്റിക്കാൻ നോക്കും, ഞാൻ കമ്മീഷണറാണ് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അങ്ങനെ പറ്റിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ പേടിച്ചിട്ട് നമ്മുടെ പാഴ്സൽ ഇനി എങ്ങനെ അവിടെ കിട്ടിയിട്ടുണ്ടാവും, നമ്മുടെ പേരിൽ വേറെ ആരെങ്കിലും അയച്ചതാണോ എന്നൊക്കെ പേടിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് പറയുന്ന കാര്യങ്ങൾ പൈസ കൊടുക്കുക, അങ്ങനെ പോയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് തട്ടിപ്പുകൾ. അപ്പൊ മാക്സിമം ഇത്തരം കാര്യങ്ങളിൽ പെടാതിരിക്കുക. ആരെങ്കിലും ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ ആ ഫോൺ കട്ട് ചെയ്യുക, ആർക്കും OTP ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക. ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ ഒന്നും പെടാതിരിക്കുക. സൈബർ സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു.